ഈ ബോംബ് സയൻസ് സമം ബോംബ് കീടനാശിനി എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ ബോംബ് എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിരിക്കുന്ന സാധനമല്ല. ബോംബ് ഇതിനകത്തിരിക്കുന്ന സാധനമാണ്. ഈ സാധനം വയലൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ വയലൻസിന് നിങ്ങൾ ആദ്യം കണ്ടെത്തിയ ഒരു വടിയായിരിക്കും. ഇപ്പോൾ ആബേൽ ആൻഡ് കയൻ ആ പാറ വെച്ചോ അല്ലെങ്കിൽ കമ്പ് വെച്ചോ ആണ് പരസ്പരം അടിച്ചത്. ആ കയൻ്റെ തലച്ചോറിൽ ഉണ്ടായിരുന്ന കഥ പ്രകാരം ഉണ്ടായിരുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് സാധനം, അതാണ് വയലൻസ്. അതിന് പല പല മാനിഫെസ്റ്റേഷൻസ് കണ്ടെത്താൻ കഴിയും. വടി കണ്ടെത്താൻ കഴിയും, വാള് കണ്ടെത്താൻ കഴിയും, തോക്ക് കണ്ടെത്താൻ കഴിയും, ബോംബ് കണ്ടെത്താൻ കഴിയും. ആണെങ്കിൽ ധൃതരാഷ്ട്ര ആലിംഗനം പോലും വയലൻസാണ്. ആ ഒരു ന്യൂറോ കെമിക്കൽ പൊസിഷനാണ് അത്. കേവ് മാൻ ഉള്ളതാണ്. സയൻസിന്റെ കുഴപ്പമല്ലത്. നിങ്ങൾക്ക് സയൻസിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാലും ഈ സാധനം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കും. ഒരു കവിത നിങ്ങൾ പല ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഒരു കഥ നിങ്ങൾ പല രൂപങ്ങൾ, നാടകമായിട്ടും സിനിമയായിട്ടും എടുക്കുന്നില്ലേ, അതിന് ആ കഥയുണ്ടാവണം. ആ കഥകളുണ്ടല്ലോ, അത് പണ്ടേ എഴുതപ്പെട്ടതാണ്. മനുഷ്യൻ മോറലാണ്. ഞാൻ പറയുന്നത് മനുഷ്യൻ മോറലാണ്. അതുപോലെ തന്നെ ഇതാ നോക്കുക, അനസ്തേഷ്യ. ദ ബെസ്റ്റ് വേ ടു ഡു ആൻ ഓപ്പറേഷൻ ഈസ് ഗിവിങ് ആൻ അനസ്തേഷ്യ. പണ്ടത്തെ ഓപ്പറേഷനുകൾ അറിയാം, വെട്ടി മുറിച്ച് മദ്യമൊക്കെ കൊടുത്ത് പല്ലെടുക്കാൻ പോകുന്നു. പണ്ട് എൻ്റെ അച്ഛന് പല്ലുവേദന ഉണ്ടാകുമ്പം അച്ഛൻ പല്ലെടുക്കാൻ പോവില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് ഭയങ്കര വേദനയാണ്, അയാൾ തരുന്ന മരുന്ന് ശരിക്കും മയങ്ങത്തൊന്നുമില്ല, ഭയങ്കര വേദനയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുടിൽ വ്യവസായം പോലെ പല്ലെടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ പോകുമ്പോൾ ഒരു ശരിക്കും മദ്യമൊക്കെ കൊടുത്തിട്ട് പല്ലെടുക്കും. അതൊക്കെ എങ്ങനെ എടുത്തോടാന്നൊക്കെ ചോദിച്ചു. ഭയങ്കര അപ്പോഴും ഭയങ്കര വിളിയൊക്കെയാണ്, ഭയങ്കര. ഇപ്പോൾ ആരും അറിയാറുമില്ല പല്ല് എത്ര എണ്ണം എടുത്ത് എന്ന് ചോദിക്കാറില്ല. ഹൗ മെനി പൽസ് എന്ന് ചോദിക്കാറുണ്ട്. ബെസ്റ്റ് വേ ടു ഡു തിങ്സ്. ഇനി യഥാർത്ഥത്തിൽ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോയിസണിങ് ആണ്. ശരിക്കും നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് ശരിക്കും എടുക്കുന്നത്. പക്ഷെ ക്ലിനിക്കലായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഫലം കിട്ടുന്നുണ്ട്. 5 വർഷമോ 10 വർഷമോ 15 വർഷമോ 20 വർഷമൊക്കെ ജീവിച്ചാലേ എനിക്കറിയാം. ഇപ്പോഴും ജീവിക്കുന്നവരെ അറിയാം. ഡിപ്പെൻസ്. വി ആർ മൂവിങ് അഹെഡ്, വി ആർ അഡ്വാൻസിങ്, വി ഡോണ്ട് ഹാവ് ദ കംപ്ലീറ്റ് റിസൾട്ട്സ്. പക്ഷെ ഈവൻ വിഷം കൊടുക്കാനാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് കൊടുക്കേണ്ടത് സയൻറ്റിഫിക് ആയിട്ടാണ്. ഇനി അതുപോലെ തന്നെ യുത്തനേഷ്യ എന്ന് പറയുന്ന സാധനമുണ്ട്, ദയാവധം. ഒരാൾ മരിക്കാൻ പോകുന്നു, തീർച്ചയായിട്ടും മരിക്കും, വേദന കൊണ്ട് പുളയുകയാണ്, ഒരു നിമിഷം പോലും താങ്ങാൻ വയ്യ, കണ്ടു നിൽക്കുന്നവർക്കും ബുദ്ധിമുട്ട്, അയാളെ കൊണ്ടും പ്രയോജനമില്ല, ഇറിവേഴ്സിബിൾ കണ്ടീഷൻ, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ നെതർലൻഡ്സ് പോലെയുള്ള രാജ്യങ്ങൾ, കൊളംബിയ പോലെയുള്ള അമേരിക്കൻ സംസ്ഥാനങ്ങൾ, ഈവൻ വ്യക്തി താല്പര്യം പ്രകടിപ്പിച്ചാൽ പോലും, അങ്ങനെ രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ. എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ പോയി പറയണം എനിക്ക് മരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെ അനുവദിക്കുന്ന രാജ്യങ്ങളാണ് നെതർലൻഡ്സ്. അതിൻ്റെ ലീഗാലിറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഈ വേദനരഹിതമായ മരണം, നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകാൻ താല്പര്യമുണ്ടെങ്കിൽ